ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കുഞ്ഞ്. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, കുഞ്ഞിന്റെ അവസ്ഥയെപ്പറ്റി ഡോക്ടർമാർ പറയുന്നത് എന്താണ്? ആഷ്മി, ഇന്നലെ രാവിലെ മുതൽ കുഞ്ഞിന് അസ്വാഭാവികമായ രീതിയിലുള്ള ആരോഗ്യസ്ഥിതി പ്രകടിപ്പിച്ചു എന്ന് വീട്ടുകാർ പറയുന്നു. പക്ഷെ ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ശ്വാസം എടുക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട്, ഒപ്പം തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിലും തകരാറുണ്ടെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. നിലവിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലെ കുഞ്ഞിനെ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണ്. കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത്. ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അറിയിക്കുന്നത് ഇവർ ഇന്നലെ രാവിലെ മുതൽ തന്നെ കുഞ്ഞിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി എന്നൊരു വാദം ആശുപത്രിയിലെ ഡോക്ടർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞിന് വിദഗ്ധ ചികിത്സ സർക്കാർ ഉറപ്പ് നൽകിയതായി മന്ത്രി സജി ചെറിയാൻ നേരത്തെ ആലപ്പുഴയിൽ നടന്ന അദാലത്തിൽ ഈ കുഞ്ഞിന്റെ അമ്മ സുറുമി നൽകിയ പരാതിയെ തുടർന്ന് സർക്കാർ ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. കുഞ്ഞിന് വേണ്ട വിദഗ്ധ ചികിത്സ നൽകണം. അതിന് തിരുവനന്തപുരത്ത് നിന്നോ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ അടക്കം സേവനം ആഴ്ചയിലൊരിക്കൽ ലഭ്യമാക്കണമെന്ന തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് കുഞ്ഞിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സൗജന്യ ചികിത്സ ഒരുക്കിയായിരുന്നു സർക്കാർ ചികിത്സ നൽകി വന്നിരുന്നത്. പക്ഷേ ഇന്നലെ അസാധാരണമാംവിധം കുഞ്ഞിന് ശ്വാസതടസ്സം നേരിടുകയും കുഞ്ഞിന് ചില സമയത്ത് അനക്കമില്ലാത്ത സ്ഥിതി ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്താണെങ്കിൽ കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിലാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. ഹാഷ്മി, സങ്കടകരമാണ് വാർത്ത. മനീഷ് മഹിപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.